ഇപ്പോൾ അയർകുന്നത്തെ ഒരമ്മയും 2 പെൺകുഞ്ഞുങ്ങളും കൂടി, അതായത് 4 1 വയസ്സുള്ള പെൺകുഞ്ഞുങ്ങളെ മാറോട് അടക്കി പിടിച്ചുകൊണ്ടാണ് ആ അമ്മ പോയി പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തത്. അപ്പോൾ അതിന് മുൻപും അവര് ആത്മഹത്യക്ക് ശ്രമിച്ചു. വിഷം കഴിച്ചതിന്റെ ലക്ഷണമുണ്ട്. അതുപോലെ തന്നെ കെട്ടിത്തൂങ്ങിയതിന്റെ ലക്ഷണം കാണുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിന് മാത്രം ഇങ്ങനെ പോയി ആത്മഹത്യ ചെയ്തത് ഒരു വളരെയധികം നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മരിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു കാരണവശാലും രക്ഷപ്പെടാൻ എന്നുള്ള രീതിയിൽ പോയി മരണപ്പെട്ടു ഒന്നെങ്കിൽ. അല്ലെങ്കിൽ ഇവരെ അപായപ്പെടുത്തിയോ, അത് ദുരൂഹമാണ് അവരുടെ മരണം. നമ്മളിങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ അറിയാം അല്പം ദുരൂഹതയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അന്വേഷണമൊക്കെ നടക്കും. ഇപ്പം പെൺകുട്ടിയുടെ ഫാദറും ആങ്ങളെയൊക്കെ കൂടെ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മളിങ്ങനെ പറയുമ്പോഴും നമുക്കറിയാം, ഇപ്പം കേരളത്തിലെ ഒരു രീതി അനുസരിച്ച്, പ്രത്യേകിച്ചും കോട്ടയം ആ ഏരിയയിലെ കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന എല്ലാവർക്കും ഈ ദുരഭിമാനമാണ്. ഒരു പെൺകുട്ടിയെ കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവൾ തിരിച്ച് കുഞ്ഞുങ്ങളെ ആയിട്ട് അല്ലെങ്കിൽ അല്ലാതെ ആണേലും കുറച്ച് നാൾ അടുപ്പിച്ച് വീട്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ളൊരു പേടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ആൾക്കാരൊക്കെ ചോദിക്കും, എന്താ കല്യാണം കഴിഞ്ഞിട്ട് മകൾ ഇവിടെ വന്ന് നിൽക്കുന്നത്, എന്തിയെ കെട്ടിയോ എന്തിയോ വരുന്നില്ലേ, അവൾ അങ്ങോട്ട് പോകുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളും ഉണ്ട്. അപ്പം ആൾക്കാർക്കിതൊരു എന്താ മറ്റുള്ളവരുടെ കാര്യം അറിയാനുള്ള ഒരു ജിജ്ഞാസയും അവരുടെ ഒരു കുത്തി കുത്തി ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ അവർക്ക് ഒരു മറ്റുള്ളവരുടെ വീട്ടിലെ കാര്യങ്ങൾ അറിയാനായിട്ട് പ്രത്യേക താല്പര്യം ഉണ്ടെന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പോൾ അത് ഇവർക്കൊരു ഭയങ്കരമായ ഒരു അഭിമാനക്ഷതമായിട്ട് തോന്നും. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഇനി പെൺകുട്ടികളെ മാതാപിതാക്കൾ ചിന്തിക്കേണ്ട കാര്യം ഇപ്പം മറ്റുള്ളവരെന്ത് പറയുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മുടെ മക്കളെ എങ്ങനെ സംരക്ഷിക്കുക എന്നുള്ള കാര്യത്തിലേക്ക് ഉള്ള ഒരു കാര്യമാണ് മുൻഗണന കൊടുത്ത് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഈ പെൺകുട്ടിയാണേലും കല്യാണം കഴിഞ്ഞ് പോയി 2 മാസം കഴിഞ്ഞ്, അതായത് കല്യാണം കഴിഞ്ഞ് ഉടനെ തന്നെ ഈ പെൺകുട്ടിക്ക് കളറില്ല എന്നും പറഞ്ഞ് അവർ പറയുന്നുണ്ടായിരുന്നു അവനെ. പിന്നെ ഒരു 2 മാസം ആയപ്പോൾ തന്നെ ഈ പെൺകുട്ടി വീട്ടിൽ ചെന്നപ്പോൾ അതിന് മുഖത്തെന്തോ ചതവിൻ്റെ പാടുണ്ടായിരുന്നു. ഇതെന്താന്ന് ചോദിച്ചപ്പോൾ ആദ്യം എങ്ങാണ്ട് വീണതാണ് എന്നൊക്കെ പറഞ്ഞാലും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഇതവന് എന്നെ തല പിടിച്ച് ഭിത്തിയിലടിപ്പിച്ചതാണോ, അതോ അവൻ എന്തോ ഉപദ്രവിച്ചതാ. അപ്പോൾ ഇവർക്കറിയായിരുന്നു, മനസ്സിലായി ഇവൻ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നുണ്ടെന്നുള്ളത്. അങ്ങനെയുള്ള ഒരു ഇതുണ്ടെങ്കിൽ ആ പെൺകുട്ടിയോട് പറഞ്ഞു വിടണം, ഇനി ഇത് സംഭവിച്ചാൽ നീ ഇങ്ങ് പോരെ. കാരണം ദേഹോപദ്രവം കൊണ്ട് എന്ത് പറഞ്ഞാൽ പോലും ദേഹോപദ്രവം ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ആ മനുഷ്യൻ്റെ കൂടത്ത് ജീവിക്കാൻ, ആ പുരുഷൻ്റെ കൂടത്ത് ജീവിക്കാൻ കൊള്ളില്ല. നിരന്തരമായിട്ട് ദേഹോപദ്രവം ഏൽപ്പിക്കുകയാണെങ്കിൽ അത് സഹിച്ചുകൊണ്ട് ഒരിക്കലും ജീവിതകാലം മുഴുവൻ അങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല. അത് വളരെയധികം മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനം ഏറ്റുകിടക്കുന്ന വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സമയത്ത് ഈ 2025-ലും ഇതൊന്നും ഒരു വിഷയമല്ല. ലോകമെമ്പാടുമുണ്ട് വിവാഹമോചനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് ആത്മഹത്യ ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് നമ്മുടെ പെൺമക്കള് നമ്മുടെ വീട്ടിലോട്ട്, അവർക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെ. ഇപ്പം വിവാഹം കഴിക്കുമ്പോൾ അവർക്കുള്ള വീതം എല്ലാം കൊടുത്താ വിടുന്നെങ്കിൽ അതും കൂടെ മേടിച്ചെടുക്കാനായിട്ട് നമ്മൾ തിരിച്ച് മേടിക്കാൻ ശ്രമിക്കണം. പിന്നെ ഇതിന് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോഴത്തെ കാലത്ത് ഒരു വീട്ടിൽ 1 2 മാക്സിമം 3 പിള്ളേരൊക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ അവർക്കുള്ള വീതം കല്യാണ സമയത്ത് കല്യാണം നടത്തി കൊടുക്കുക. കണ്ടമാനം സ്വത്തൊന്നും കൊടുത്തു വിടേണ്ട കാര്യമില്ല. അവർക്കുള്ള വീതം ഇപ്പം എന്താണ് സ്ഥലമാണ് ഉള്ളതെങ്കിൽ അതിലെ ഒരു വീതം അതിലെ ഒരു ഭാഗം അവൾക്കായിട്ടും കൂടെ മറ്റുള്ളവരുടെ ഒപ്പം തന്നെ പെൺകുട്ടികൾക്കും അവരുടെ പേരിൽ അങ്ങ് എഴുതി വെക്കുക. അപ്പോൾ ഒരു കാലത്ത് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നാലും ഇവൾക്ക് എന്തെങ്കിലും അവളുടെ പേരിൽ ഒരു മുതലുണ്ടല്ലോ. അപ്പോൾ ഒന്നുമില്ല, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിലും ഒന്നുമില്ല, തിരിച്ചിറങ്ങി വന്ന് സ്വന്തം വീട്ടിലോട്ട് ചെന്നാൽ അവിടെ ഒന്നുമില്ല. അപ്പോൾ അവിടെ ആങ്ങളമാർ കല്യാണം കഴിച്ച് ഭാര്യയൊക്കെ ആയിട്ട് കുടുംബമായിട്ട് ജീവിക്കുമായിരിക്കും. അപ്പോൾ ഈ പെൺകുട്ടികൾ വിചാരിക്കുന്നത് എന്താ, അവർക്കൊരു ഭാരമാകണ്ട ഇനി പോയി എന്ന് വിചാരിക്കും. അങ്ങനെയുള്ളൊരവസ്ഥയും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്കും ഒരു സ്വത്തിൻ്റെ ഒരു ഭാഗം അവിടെ കരുതുക, അതാണ് വേണ്ടത്. അല്ലാതെ കല്യാണ സമയത്തോ ഇപ്പം സ്ത്രീധനമൊന്നും ചോദിക്കാൻ പറ്റുകയില്ലെങ്കിലും ഇവർ സ്ത്രീധനം പെൺകുട്ടികളുടെ മാതാപിതാക്കൾ എന്താണേലും കുറേ അറിഞ്ഞങ്ങോട്ട് കൊടുക്കും. ഇനി കൊടുത്തില്ലാൽ അവർ ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഇവരോർക്കും, അവർ കുത്തുവാക്കുകളൊക്കെ പറയും. എല്ലാവരും ഓർക്കുന്ന ചോദിച്ചില്ലേലും നന്നായിട്ട് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. ഇന്നിപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ പറയും, ഞങ്ങളുടെ മകളെ കെട്ടിച്ച് വിട്ടപ്പോൾ ഞങ്ങൾ അത് കൊടുത്തു ഇത് കൊടുത്തു എന്നൊക്കെ പറയുമെന്നെങ്കിലും. പിന്നെ ഈ പെൺകുട്ടിയുടെ പിതാവ് വിദേശത്താണ്, UK-യിലാണ്. അപ്പോൾ അവർ വിചാരിച്ചാണ്, UK-യിലൊക്കെ എല്ലാവരും പൈസ ഇങ്ങോട്ട്
പിന്നെ മരത്തേന്ന് ഇങ്ങനെ കുടഞ്ഞ് ചാടിക്കുന്ന പോലെ ചാടിക്കുമെന്നല്ലേ എല്ലാവരുടെയും വിചാരം. അപ്പോൾ അവരോർത്ത് കാണും ഇഷ്ടം പോലെ പൈസ പുറകെ പുറകെ കിട്ടുമെന്ന്. അല്ലെങ്കിൽ പിന്നെ ഈ നിറം കുറഞ്ഞ പെണ്ണിനെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അന്നേരം എന്തിനാ കല്യാണത്തിന് സമ്മതിക്കാൻ പോയി? ഇവരെന്തിനാ കല്യാണം കഴിക്കണ്ടായിരുന്നല്ലോ ഇവന്. പക്ഷെ ഇവനെ കണ്ടാലും മതി, ഒരു കോലമാ. അവൻ്റെ ഫോട്ടോ കണ്ടാൽ അറിയാമല്ലോ. അവന് അതിനേക്കാളും എന്തൊരു സൗന്ദര്യമുള്ള ആ പെൺകുട്ടി. എന്നിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇവരുടെ ഒരു അതായത് ഇയാളുടെ പെങ്ങള് ഈ ജിസ്മോളുടെ നാത്തൂന് ഒരാൾ കല്യാണം കഴിച്ചതും കുറേ നാൾ അവരുടെ വീട്ടിൽ വന്ന് നിൽക്കുമായിരുന്നു അവനെ. അതും ഇവരെ വേണ്ട വിധം ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ ഇങ്ങനെ ഇപ്പം ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നാണേലും സ്വന്തം വീട്ടിൽ നിന്നാണേലും ഉള്ള ഒരു ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് മാനസികമായിട്ട് കുത്തുവാക്കുകൾ, അതുപോലെ തന്നെ ശാരീരികമായ പീഡനം അങ്ങനെയൊക്കെ വരും. അവരുടെ അമ്മായിയമ്മയും കുത്തുവാക്കുകളൊക്കെ പറയുമായിരുന്നു, എന്നൊക്കെയുള്ള വിഷമിപ്പിക്കായിരുന്നൊക്കെയുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ സ്വന്തം വീട്ടിലോട്ട് ഈ ജിസ്മോളുടെ അമ്മ മരിച്ചു പോയതാണെന്നാണ് പറയുന്നത്. ഫാദർ വിദേശത്താണ്. അപ്പോൾ ആങ്ങളെയും ഭാര്യയേ ഉള്ളൂ സ്വന്തം വീട്ടിൽ. എന്നാൽ ഈ ആങ്ങളെ ഇപ്പം വന്നിട്ട് പറയുന്നുണ്ട് അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അവർ ആ ജിസ്മോളെ കൊണ്ട് ഫോൺ വിളിക്കാൻ പോലും സമ്മതിക്കുകയില്ലായിരുന്നു. അവരുടെ വീട്ടിലൊരു കല്യാണം ഉണ്ടെങ്കിലോ ഏതൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിലോ അവിടെ വിടുകയില്ല. അവർ കള്ളത്തരമൊക്കെ പറഞ്ഞാൽ കൂട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നേ. അങ്ങനെയൊക്കെ ഇവരുടെ വീട്ടിൽ സ്ഥിതി മോശമാണെന്ന് അറിയാമായിരുന്നു ഈ ആങ്ങളയ്ക്കൊക്കെ. അങ്ങനെയുള്ള സ്ഥിതിക്ക് ഇവർ ആ പെൺകുട്ടിയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. എന്നിട്ട് ഇതൊന്നുമില്ലെങ്കിലും ഒരു അഡ്വക്കേറ്റ് അല്ലേ അതിന്. എറണാകുളത്തൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന പെങ്കൊച്ചാണ്. അവിടെ ഒരു വാടകയ്ക്ക് ഒരു വീട് എടുത്ത് കൊടുത്താൽ ആങ്ങളെയൊക്കെ ഒന്ന് പിടിച്ചു നിൽക്കാൻ മാത്രം ഒന്ന് ചെറിയൊരു ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ അത് ജീവിച്ചു പോകാമായിരുന്നു. 2 പെങ്കൊച്ചുങ്ങളുണ്ട്, ആരെങ്കിലും കൊച്ചുങ്ങളെ നോക്കാനും ആക്കി അതിന് അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ജീവിക്കാനുള്ള പൈസ ഉണ്ടാക്കാം. അതുപോലെ തന്നെ നല്ല കഴിവുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. മുത്തോലിയിലാണ് സ്വന്തം വീട്. അവിടെ മുത്തോലിയിലെ പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ആയിരുന്ന ഒരു പെൺകുട്ടിയാണിത്. അപ്പം നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അതിനൊരു ചെറിയ സപ്പോർട്ട് അവർ സ്വന്തം വീട്ടിൽ നിന്ന് വേണ്ട ഒരു സപ്പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് സ്വന്തം ഇപ്പം ആങ്ങളുടെ വീട്ടിൽ കുറച്ച് നാളത്തേക്ക് ഒരു അഭയം കൊടുത്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇനിയും പെൺകുട്ടികളുടെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും ചിന്തിക്കണം. അവർക്ക് ഇപ്പം ജോലി സ്ഥലത്ത് അവരുടെ വീട്ടിൽ നിൽക്കുന്നവർക്ക് ആൾക്കാരൊക്കെ ചോദിക്കുന്നുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ ജോലി ചെയ്യുന്നതിൻ്റെ അടുത്തായിട്ടൊരു താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക, അതിനുള്ള ഒരു ഹെൽപ്പൊക്കെ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കാനാണ് വേണ്ടിയിട്ട് സ്വന്തം കാരണന്മാരും കൂടപ്പിറപ്പുകളൊക്കെ മാക്സിമം സഹായിക്കണം. ഇപ്പോഴത്തെ കാലത്ത് നമുക്കൊന്നും പറയാൻ പറ്റുകയില്ല. ഇപ്പോൾ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് അങ്ങോട്ട് വീട്ടിലോട്ട് ചെന്ന് കഴിയുമ്പോൾ അവിടുത്തെ പണിയും കാര്യങ്ങളെല്ലാം ചെയ്ത് അവരുടെ ഇഷ്ടത്തിനൊത്ത് നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാലും ഇപ്പോഴത്തെ പിള്ളേരൊക്കെ വീട്ടിൽ നിന്നും അധികം പണിയൊന്നും ചെയ്യാതെ ഇങ്ങനെയൊക്കെ വളർന്നു വരുന്ന കുട്ടികളാണ്. നമുക്കറിയാം 1, 2 പിള്ളേരുള്ളവരെ ഓമനിച്ച് താലോലിച്ച് വളർത്തിക്കൊണ്ട് വരുന്നതാണ്. വീട്ടിൽ കാര്യമായ പണികളൊന്നും ചെയ്തിട്ട് കാണുകയില്ല. അങ്ങനെയുള്ളവർ അതുപോലെ തന്നെ താലോലിച്ച് ഓമനിച്ച് വെക്കുന്നതാണ്. ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വരുമ്പോൾ അവർ കുത്തുവാക്ക് പറയുകയും അങ്ങനെ കളിയാക്കുകയും ഭർത്താവ് ശാരീരികമായി പോലും ഉപദ്രവിക്കുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഇങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് വരികയില്ല. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ അവർക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലായാൽ അവരെ അവിടെ നിന്ന് മാറ്റി അവർക്ക് സ്വന്തം കാലിൽ നിന്ന് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാനാണ് ശ്രമിക്കേണ്ടത്. ഏതായാലും അങ്ങനെ ഒരു സഹായം കിട്ടിക്കഴിഞ്ഞാൽ ഇവർ ആത്മഹത്യ ചെയ്യുന്നേക്കാളും ഭേദമല്ലേ വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കുന്നത്. അതിനവർ അങ്ങനെ ഒരു സഹായം ഇപ്പം സ്വന്തം കുടുംബത്തിൽ നിന്ന് കിട്ടുവാണെങ്കിൽ അവർ നിരാകരിക്കാൻ ചാൻസ് കുറവാണ്. അങ്ങനെയുള്ളൊരു സഹായം കിട്ടുകയില്ല, അവർക്കൊരു ബുദ്ധിമുട്ടായെങ്കിലോ എന്നൊക്കെ ഓർത്തായിരിക്കണം ഇവർ ഈ ആത്മഹത്യയിലേക്ക് പോകുന്നത്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നൊക്കെ പറയുമെങ്കിലും ആരും അത് ഇപ്പം ധാരാളം കേസുകളാണ് നമ്മൾ കേൾക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് പോകാതിരിക്കുക. ഭർത്താവിൻ്റെ വീട്ടുകാരാണേലും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കാര്യങ്ങളിൽ വീട്ടുകാരിടപെടാതിരിക്കുക. അങ്ങനെ പല കാര്യങ്ങളും ശ്രദ്ധിക്കാനുണ്ട്. സ്വന്തം വീട്ടുകാരും കെട്ടിച്ചു വിട്ട പെൺകുട്ടിയുടെ കാര്യത്തിൽ അവരുടെ ഉത്തരവാദിത്വം അവിടെ കൊണ്ട് തീർന്നെന്ന് വിചാരിക്കരുത്. അവരുടെ കാര്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധ വേണം. അവർ സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്, അവർ അല്ലെങ്കിൽ നമ്മുടെ സഹായം എല്ലാം വേണം എന്നും പറഞ്ഞിട്ട് വീട്ടിൽ ചെറിയൊരു വഴക്കൊക്കെ ഉണ്ടാകാത്ത വീടുകളൊന്നുമില്ല. അതിനെ ഓടിച്ചാടി ചെന്ന് അവരെ കൂട്ടിക്കൊണ്ട് പോരണം എന്നല്ല പറയുന്നത്. പക്ഷേ ഇങ്ങനെ ഗുരുതരമായ പ്രശ്നങ്ങളുള്ളിടത്തു നിന്ന് സ്വന്തം പെൺമക്കളെ അവിടെ നിന്ന് മാറ്റുക തന്നെ വേണം. അതാണ് ഇന്നത്തെ കാലത്ത് നമ്മുടെ പുതിയ തലമുറയിലെ പെൺകുട്ടികൾ
ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ അവബോധമുള്ളവരായിരിക്കണം. തങ്ങളെ പീഡിപ്പിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ശാരീരികമായ പീഡനം ഉണ്ടെങ്കിൽ ഒരിക്കലും ദുരഭിമാനം ഒന്നും നോക്കിയിരുന്നിട്ട് കാര്യമില്ല. അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗ്ഗമാണ് നോക്കേണ്ടത്. നമ്മളൊരിക്കലും ഒരിടത്തും ചെന്ന് കഴിഞ്ഞ് പെൺകുട്ടികൾ അടിമപ്പണി ചെയ്യുകയും അവരുടെ പീഡനം ഏൽക്കുകയും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. സഹകരിച്ച് എല്ലാവരോടും ഒത്തൊരുമിച്ച് അവിടുത്തെ പണികളിലേക്ക് ചെറിയ സഹായമൊക്കെ ചെയ്ത് എല്ലാവരും കൂടെ കൂടി പണിയൊക്കെ ചെയ്ത് എല്ലാവരും കൂടെ കൂടി അങ്ങനെ സഹകരിച്ച് ജീവിക്കുന്നിടത്താണെങ്കിൽ കുഴപ്പമില്ല. ഇത് പല വീടുകളിലും ഉണ്ട്. കല്യാണം കഴിഞ്ഞൊരു പെൺകുട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ അവളുടെ ഉത്തരവാദിത്തമാണ് മുഴുവൻ പണി എന്നുള്ള രീതിയിൽ പെരുമാറുന്നവരും ഉണ്ട്. അതുപോലെ തന്നെ അവളുടെ എടുക്കുന്നതും നടക്കുന്നതും എല്ലാം കുറ്റം കണ്ടുപിടിക്കുക. അവരെ വരുന്ന പെൺകുട്ടിയെ തങ്ങൾ പറയുന്നതിനപ്പുറം പോകാൻ സമ്മതിക്കരുത് എന്നുള്ള ഒരു മനോഭാവം ഉള്ളവരൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാലാണ് ഇങ്ങനെയുള്ള അതുമല്ല ഒരിടത്തും പോകാൻ സമ്മതിക്കുകയില്ല. ഈ പെൺകുട്ടിയുടെ ഫോൺ പോലും ഈ കെട്ടിയടുത്ത് ചെക്ക് ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. സ്വന്തമായിട്ട് വിളിക്കാനോ സ്വന്തം ചേച്ചിയെ പോലും ഒന്ന് വിളിക്കാൻ സമ്മതിക്കുകയില്ല. ചേച്ചിക്ക് മെസ്സേജ് ഇടുമായിരുന്നു, ഫോൺ ഇങ്ങോട്ട് വിളിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട്. ഇങ്ങനെയൊക്കെയുള്ള അത്രയൊരു അയാളൊരു സൈക്കോ ആണ്. ഇങ്ങനെയുള്ള ഈ സൈക്കോയുടെ കൂട്ടത്തിലൊക്കെ ജീവിക്കാൻ ഒരിക്കലും പറ്റുകയില്ല. അവരവിടെ നിന്ന് രക്ഷപ്പെടാൻ മാത്രമേ പറ്റുള്ളൂ. ഈ പെൺകുട്ടിയെ നേരത്തെ തന്നെ അവരുടെ അപ്പനും ആങ്ങളെയൊക്കെ കൂടെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകേണ്ടതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ അത് നടക്കാത്തതിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെയും 2 കുഞ്ഞു മക്കളുടെയും കൂടെ ജീവൻ പോയി. നമുക്കറിയാം ഷൈനിയുടെ സംഭവം ഉണ്ടായിട്ട് അധികം കാലമായിട്ടില്ല. അപ്പോഴാണ് എൻ്റെ അടുത്ത ഏരിയയിൽ തന്നെ ഇങ്ങനെയുള്ള സംഭവം വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.